ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വലിയൊരു വീട് നിങ്ങൾ എന്റെ പുറകെ കാണുന്നുണ്ടല്ലോ. ഈ വീട്ടില് സ്റ്റോൺ കോട്ടഡ് ടൈല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭംഗിയുള്ള ഒരു കാഴ്ച നിങ്ങളിലേക്ക് കാണിക്കാനും എത്രമാത്രം ക്വാളിറ്റി ഉണ്ട്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഒക്കെ നമ്മൾ അറിയാൻ പോവാണ്. നേരെ എൻജോയ് ഇന്ത്യയുടെ വിശേഷങ്ങളിലേക്ക്. ഇതാണ് ശരിക്കും നമ്മളെ സ്റ്റോൺ കോട്ടഡ് മെറ്റൽ ടൈൽസിന്റെ ബേസ് ഷീറ്റ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇത് തിക്നെസ് വരുന്ന 0.45 ആണ്. അതുപോലെ തന്നെ മുകളിൽ വരുന്ന ഈ ഒരു ഗ്ലിസറിംഗ് പോലെ കാണുന്നുണ്ടല്ലോ, ഇതാണ് അലുമിനിയം സിങ്ക് മിക്സിംഗ് കോട്ടിംഗ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു മിക്സിംഗിന്റെ തിക്നെസ് ആണ് ശരിക്കും ഈ ടൈലിന്റെ ലൈഫ് പാൻ നിശ്ചയിക്കുന്നത്. എത്ര കിട്ടും എന്നുള്ളതിന് ഈ ഒരു തിക്നെസ് ആണ് അത് നിശ്ചയിക്കുന്നത്. ഈ തിക്നെസ് ഇത് വരുന്ന സമയത്ത് എന്താണ് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ചൂട് കുറയ്ക്കാനുള്ളത്. പിന്നെ ഇതിന്റെ ഈ ഒരു മെറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെയർ ആണ് ഈ ഒരു സംഭവം. ഓക്കെ, ഇതിന് മുകളിൽ വരുന്നതാണ് ഈ സെറാമിക് ഗ്രാനുൾസ്, കോപ്പർ കോട്ടഡ് സെറാമിക് ഗ്രാനുൾസ് ആണ്. ഇതാണ് നമ്മൾ കാണുന്നത് അല്ലേ? എല്ലാവരും കാണുന്ന മെറ്റീരിയൽ കാണുന്ന ഒരു ഭാഗം ഇതാണ്. അപ്പൊ ഇത് ശരിക്കും ഈ ഒരു സംഭവമാണ് ഈ മഴ സൗണ്ട് ഇല്ലാതാക്കുന്നതും കാണാൻ ഭംഗി കിട്ടുന്നതും ടൈലിനെ കൂടുതൽ ലൈഫ് കൊടുക്കുന്നത്. ഇതിന്റെ മുകളിലേക്ക് ഇത് വരുന്ന സമയത്ത് ഇതിന് തുരുമ്പ് വരാനുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും? തുരുമ്പ് വരാതിരിക്കാനാണ് ഈ ഒരു കോട്ടിങ് പ്ലസ് അലുമിനിയം സിങ്ക് മിക്സിംഗ് കോട്ടിങ്. ഇത് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇതിന് പ്രത്യേക സപ്പോർട്ട് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും, വളരെ ലൈറ്റ് ഫ്രെയിം ഇതിന് മതി എന്നുള്ളതാണ്. വളരെ ലൈറ്റ് കണ്ടില്ലേ, ഇവിടെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് 3-1.5 റാഫ്റ്ററും 1 ഇഞ്ച് സ്ക്വയറിൽ വന്നിട്ടുള്ള പർലിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് 5 അടി ഡിസ്റ്റൻസിലാണ് ഇതിന്റെ റാഫ്റ്ററിന്റെ സെന്റർ ടു സെന്റർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 350 ഇതിന്റെ